സാധാരണ നമ്മളൊരു വണ്ടി വർക്ക് ചെയ്യുന്ന ആള് ഒരു വണ്ടി എടുത്ത് വർക്ക് ചെയ്യണമെങ്കിൽ 10 കടയിൽ പോയാലാണ് നമുക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ ഒരു സ്ഥലത്ത് പോയി അലവിൽ ചെയ്യുന്നു, ഒരു സ്ഥലത്ത് പോയിട്ട് സീറ്റ് കവർ ചെയ്യുന്നു, ഒരു സ്ഥലത്ത് പോയിട്ട് അങ്ങനെ. പക്ഷെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം നമ്മൾ ചെയ്തു. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം കോയമ്പത്തൂരുള്ള ഡ്രൈവ് സ്റ്റൈൽ എന്ന് പറയുന്ന ഷോപ്പിന്റെ ഒരു കിഡിലും വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു. അലവീൽസിന്റെ കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു ഷോപ്പിൽ അലവീൽസ് മാത്രമല്ല, ഒരു വാഹനത്തിന് വേണ്ട A to Z എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാം. എന്തൊക്കെ നമുക്ക് വാഹനത്തിന് വേണം അതൊക്കെ ഇവിടെ ഉണ്ട്. സീറ്റ് കവർ, അതുപോലെ തന്നെ അലോയ് സിസ്റ്റം, സ്പീക്കർ, ബോക്സ്, ആംബിയൻ ലൈറ്റ്, അങ്ങനെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ അതിനെ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ വിശദമായിട്ട് നോക്കാൻ പോവുകയാണ്. അലവിലിന്റെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന അക്സസറീസിന്റെ കാര്യങ്ങളാണ്. നമുക്ക് ഓരോ സെക്ഷൻ മുതൽ പോവാം. ഇവിടെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് റേഞ്ച് മാത്രം പറഞ്ഞത്, കാരണം ഇതിന്റെ ഒക്കെ വില പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കൊടുക്കും. അപ്പോൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി, ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. നമ്മൾ ഇതില്ലാത്ത പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണം പറഞ്ഞാൽ നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യും, ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. പിന്നെ നമ്മൾ ഇവിടെ നിൽക്കുന്ന എല്ലാ സാധനത്തിനും വാറന്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ഷോപ്പിൽ എന്തെടുത്താലും A to Z എല്ലാമേ വാറന്റി ഉണ്ട്. വില കുറവ് മാത്രമേ ഉള്ളൂ. ലോക്കൽ ബ്രാൻഡിൽ പോയി നിങ്ങൾക്ക് വാറന്റി കിട്ടില്ല. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് റേറ്റ് ചീപ്പസ്റ്റ് കിട്ടും. പക്ഷെ അതിന് 1-10 വർഷം ഇട്ടുന്നത് ബ്രാൻഡഡിൽ വില കുറവ് ഒരുക്കിട്ട് പോവാം. അതായത് പറയണത് ഇപ്പൊ ഒരു ഉദാഹരണം പറയണ്ടോ, ഇപ്പൊ ഇതിന് എന്ത് വില ഉണ്ട്? ഇത് ആൾമോസ്റ്റ് നമ്മള് മൂവിംഗ് ലൈനിലോ കൊടുക്കുന്നത് 2000. ഇത് ക്യാമറയാണ്, 2000 രൂപക്കാണ് കൊടുക്കുന്നത്. ഇത് ചിലപ്പോൾ 1500-നും 1000-നും കിട്ടും, 500-നും കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ വാറന്റി കിട്ടില്ല. അതേപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന ക്വാളിറ്റിയും കിട്ടില്ല. ഫസ്റ്റ് കോപ്പി അതുപോലെ തന്നെ സെക്കൻഡ് കോപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് മാർക്കറ്റിൽ ഒരുപാട് കിട്ടാണ്ട് ഇതൊക്കെ ഒറിജിനൽ സാധനം. ഈ 2000 രൂപയ്ക്ക് ഇതിൽ എന്താ മോഡൽ ഉണ്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതിൽ മൂവിംഗ് ലൈൻ വരും, പ്ലസ് HD ക്യാമറ, അൾട്രാ HD ക്യാമറ വരുന്നത് 1 ഇയർ വാറന്റിയോട് കൊടുക്കും. ശരിയാ, ഇതൊക്കെ നിങ്ങൾക്ക് റേറ്റ് കുറവ് പോകുമ്പോൾ 500 പോകുമ്പോൾ അതിൽ വരില്ല. അപ്പൊ നമുക്ക് ആദ്യം സിസ്റ്റം മുതൽ തുടങ്ങാം. സിസ്റ്റം ഏതൊക്കെ ഉണ്ട്, എന്തൊക്കെയാണ് അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറയും. സ്റ്റാർട്ടിംഗ് പ്രൈസ് നോക്കി നിങ്ങൾക്ക് ഒരു 4500 നമ്മൾ സ്റ്റാർട്ടിംഗ് കൊടുക്കാം. അതിന് 1 ഇയർ വാറന്റിയോട് കൊടുക്കാം. ഏതൊക്കെ ബ്രാൻഡ് നമ്മൾ പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിക്കോളി. ഡയമണ്ടിൽ എടുത്താൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം, ഡയമണ്ട് തൊട്ട് പോവാം. ഡയമണ്ടിൽ എടുത്താൽ നിങ്ങൾക്ക് ഒറിജിനൽ ഡയമണ്ടിൽ സ്റ്റാർട്ടിങ് നമ്മൾ ചെയ്യുന്നത് പ്രീമിയമിൽ ഒറിജിനൽ ഡയമണ്ട് മാത്രമേ ചെയ്യാനുള്ളൂ, ജെന്യൂൺ മാത്രമേ ചെയ്യാനുള്ളൂ. അതിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ജെന്യൂൺ നിങ്ങൾ പറയുന്നത് കേട്ടാ നിങ്ങൾ അറിയാതെ നോക്കിയിട്ടുണ്ടാവും. ഡയമണ്ട് നിങ്ങൾക്ക് 6 രൂപ കിട്ടുന്ന 6000 രൂപ കിട്ടുന്ന പറയുന്നുണ്ടോ. ആദ്യത്തെ ക്വാളിറ്റി വേറെ. ഇതിൽ മെറ്റൽ ഫ്രെയിമിൽ വരും. നിങ്ങൾക്ക് ഇതിലെ മെൻസൈറ്റ് ഉണ്ടാവും, ഒറിജിനൽ ജെന്യൂൺ ഡയമണ്ട്. വാറന്റിയിൽ മെൻസൈറ്റ് ഉണ്ടാവും, വിത്ത് ഫാനോടെ വരും. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാമേ ഇതിലുണ്ടാവും. നിങ്ങൾക്ക് ഇത് കിട്ടണം ഒന്നാണ്. നിങ്ങൾക്ക് വാറന്റി കാർഡ് വാറന്റിയിലെ മെൻഷനാക്കിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഒറിജിനൽ ജെന്യൂൺ പറഞ്ഞ് മെൻഷനാക്കിയിട്ടുണ്ടാവും. അപ്പൊ എല്ലാം വാറന്റി, ഒറിജിനൽ സാധനം, വാറന്റി, കാര്യങ്ങളെന്നല്ല ഒറിജിനൽ സാധനമാണ്. നിങ്ങൾക്ക് അത്രയും ഇൻവെസ്റ്റ് ചെയ്യാൻ ഇഷ്ടമില്ല, എനിക്ക് ഡയമണ്ട് തന്നെ വേണം പറഞ്ഞാൽ റേറ്റ് കുറവുള്ള ഡയമണ്ട് റേറ്റ് കുറവ് എടുത്ത് കൊടുക്കാം. ഓക്കെ. പിന്നെ ഏതൊക്കെ ബ്രാൻഡാണ്? പിന്നെ നിങ്ങൾക്ക് വായ്സ് ക്ലിയർ ഒക്കെ വേണോ, നിങ്ങൾക്ക് DSP ഒക്കെ നിങ്ങൾക്ക് തെളിവായിട്ട് വേണം പറഞ്ഞ ആൾക്ക് പൈനിയർ പോവുക. സൗണ്ട് എഫക്ട് നിങ്ങൾക്ക് സ്പീക്കറിൽ കണ്ട് അറിയൂ പൈനിയർ എങ്ങനെ ഉള്ളതിന്. ഇല്ലെങ്കിൽ ഒരു ഓപ്ഷൻ എന്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പിൾ കാർപ്ലേ ഇപ്പോൾ വന്ന പുതിയ മോഡലാണ് പൈനിയറിൽ. ഇപ്പോൾ ആദ്യമായിട്ട് ആൻഡ്രോയിഡ് ഇറക്കിയിട്ടാവുള്ളൂ, അത് നമ്മൾ അവൈലബിൾ ഉണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് BT3650 പറഞ്ഞതുണ്ടാവും. നിങ്ങൾ യൂട്യൂബിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയാൽ അതിലേ വരും. സ്പെക്ക് എന്തെങ്കിലും സ്പെക്കൊക്കെ അതിലേക്ക് വരും. ഇതിൽ ഒരു അഡ്വാൻസ് നിങ്ങൾക്ക് എന്ത് നോക്കിയാൽ നിങ്ങൾക്ക് നമ്മൾ ഏത് ഫോൺ നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ആക്കണോ നിങ്ങൾക്ക് ആദ്യത്തെ സ്റ്റോറേജും ഇമ്പിൾട്ടും നിങ്ങൾക്ക് അതിൽ പേരാവും. ഇപ്പോൾ ഒരു എക്സാമ്പിളൊക്കെ ആൻഡ്രോയിഡ് ഫോണിൽ ഞാൻ കൊടുക്കുന്നത് ഇത് 4+64 പറഞ്ഞാൽ ഇത് 4+64 മാറും. അങ്ങനത്തെ ഓപ്ഷൻ ഇതിലുള്ളത്. പിന്നെ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ആപ്പിൾ അപ്ലൈ വന്നു കണ്ട് ഇത് വയർലെസ് അല്ല, വയറിട്ട് നിങ്ങൾക്ക് കണക്ട് ആക്കിയിട്ട് പോലെ ഉണ്ടാവുള്ളൂ. പിന്നെ അടുത്ത് വന്നാൽ നിങ്ങൾക്ക് ബാൽബണ്ടിന്റെ ബാൽബണ്ട് പറയാൻ ആവശ്യമില്ല, നാളെ ബ്രാൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാം. പിന്നെ സ്പൈഡറെ കുറിച്ച് മോസ്റ്റ്ലി നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഇത് ഇമ്പോർട്ടൻറ്റ് ബ്രാൻഡാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണോ? ഇത് സ്പൈഡർ പറയുന്നത്. ഇതിന്റെ ബേസിക് ഇത് നിങ്ങൾക്ക് DSP സപ്പോർട്ടഡ് വരുന്നതാണ്. നിങ്ങൾക്ക് വായിസ് ക്ലാരിറ്റി ഒക്കെ വരുമ്പോൾ കസ്റ്റമറുകൾക്ക് ഇത് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. ഇത് നമ്മൾ പോവാം, വായിസ് ഒക്കെ ക്ലിയർ വേണോ, DSP സപ്പോർട്ട് വരുമ്പോൾ ഇത് നമ്മൾ കൊടുക്കാം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒറിജിനൽ സാധനമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഗോൾഡ് ഫിനിഷ് ഇത് ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ടാവും. ഇത് പറയാനൊന്നുമില്ല. എനിക്കിത് ജർമ്മൻ ടെക്നോളജി, ഇത്ര സ്പെക്ക് ഉണ്ട് ഇതിൽ. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് കാർപ്ലേ നിങ്ങൾക്ക് 4+32 GB സ്റ്റോറേജിൽ വരും. നിങ്ങൾക്ക് പ്ലസ് ഇത് അത് വാറന്റിയോടെ കൊടുക്കാം. ഇപ്പോൾ ടോട്ടലി നിങ്ങളുടെ അടുത്ത് എത്ര ബ്രാൻഡ് ഉണ്ട്? 18 വെറൈറ്റി ബ്രാൻഡുകളുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ ബഡ്ജറ്റ് ലോ ബഡ്ജറ്റ് ചെയ്ത് കൊടുക്കുക, മിഡ് ചെയ്യുക, ഹൈ പ്രൈസ് വേണം നിങ്ങൾക്ക് ഹൈ പ്രൈസിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. 18 ബ്രാൻഡ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും വരാന്നുള്ള അതിൻ്റെ ഉദ്ദേശം. പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ക്യാമറ ആൾമോസ്റ്റ് നമുക്ക് എല്ലാ വക ക്യാമറ ഉണ്ട്, എല്ലാം ഉണ്ട്.
നിങ്ങൾക്ക് റിവേഴ്സ് ക്യാമറ മോൾക്കൊണ്ട് ഡാഷ് ക്യാമറ മോൾക്കൊണ്ട് എല്ലാമേ നമ്മൾ ചെയ്യുന്നുണ്ട് 360 ക്യാമറ വാക്കും ചെയ്യുന്നുണ്ട് നമ്മൾ റിവേഴ്സ് ക്യാമറ, ഡാഷ് ക്യാമറ, 360 ക്യാമറ ഇതൊക്കെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തതാണ്. ഇത് പൈനീർ ലോഞ്ച് ചെയ്ത പുതിയ നിങ്ങൾക്ക് ഡാഷ് ക്യാമറ ആണ് ഇതിൽ പുതിയ ഡാഷ് ക്യാമറ 24 hours റെക്കോർഡുള്ള ക്യാമറ ആണ് ഇത്. നിങ്ങൾക്ക് ആൾക്കാരുടെ സിമ്മും നിങ്ങൾ ഇതിൽ മെമ്മറി കാർഡ് മാത്രം ഇൻബിൾഡ് ചെയ്യാൻ മതി. 24 hours റെക്കോർഡിലുണ്ടാകും. വണ്ടി തൊട്ടാലുമേ ക്യാമറ ഓൺ ആകും. അതിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ആപ്പിൽ നോക്കാം. മൊബൈൽ ആപ്പ് കയറ്റിക്കാണ്ട് എന്താ ഏത് നിങ്ങൾക്ക് നോക്കിയാൽ മതി. അതിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റോഡിൽ വണ്ടി ഇറക്കുമ്പോഴും വീട്ടിൽ വണ്ടി നിർത്തുമ്പോഴും നമുക്ക് ക്യാമറ മസ്റ്റ് ആണ്. കാരണം വീട്ടിൽ നിർത്തുമ്പോൾ കള്ളന്മാരുടെ ശല്യം, റോഡിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ അപകടവും കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കേണ്ട ഒരു സാധനമാണ് ഈ പറയുന്ന ഡാഷ് ക്യാമറ. അതുപോലെ തന്നെ മറ്റുള്ള ക്യാമറാസ് സെക്ഷനും വരുന്നത്. ഇതിനൊക്കെ പ്രൈസ് റേഞ്ച് കാര്യങ്ങളൊക്കെ എത്ര വരും? ഇതൊക്കെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ നിങ്ങൾ ഡി-ടെക് ബ്രാൻഡിലെ ഡാഷ് ക്യാമറ നിങ്ങൾക്ക് ഫ്രണ്ട് വ്യൂ ക്യാമറ മാത്രം എടുത്താൽ മതി. അതെടുത്താൽ നിങ്ങൾക്ക് ആൾമോസ്റ്റ് നിങ്ങൾ 2000 ചെയ്ത് കൊടുക്കാം. 2000 ഇത് 2000 ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഫ്രണ്ട് മാത്രം നിങ്ങൾക്ക് റെക്കോർഡ് ആവും. ഈ ക്യാമറ ഫ്രണ്ട് മാത്രം റെക്കോർഡ്. ഇത് മെമ്മറി കാർഡ് ഇടണം. മെമ്മറി കാർഡ് റെക്കോർഡ് അതിന് വേണ്ടോ? ഓക്കെ. ഇതിന് എത്രയാണ് സ്റ്റാർട്ടിങ്? 2 രൂപ ചെയ്ത് കൊടുക്കാം. 2000 രൂപ വാറന്റിയോട് കൂടിയിട്ട് 2000 രൂപക്ക് ക്യാമറ ഡാഷ് ക്യാമറ കാര്യങ്ങൾ ചെയ്തുതരാം. ഒരു 2000 രൂപ മുടക്കി കഴിഞ്ഞാൽ ഉപകാരം നമുക്ക് എന്തായാലും ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ 360 ക്യാമറ നമുക്ക് ഇടണം പറഞ്ഞ ആൾക്കാർക്ക് 360 ക്യാമറ സപ്പോർട്ടുള്ള ആൻഡ്രോയിഡ് അവർക്ക് ഉണ്ടാവും. അപ്പോൾ അവർക്ക് 360 മാറ്റുന്ന ഓപ്ഷൻ ഇല്ല. ഇപ്പോൾ സെറ്റായിട്ട് മാറ്റണമെന്നുള്ളവർക്ക് അതിന് സൊല്യൂഷൻ നോക്കിയാൽ നിങ്ങൾക്ക് 360 ക്യാമറ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. സെപ്പറേറ്റ് 360 ക്യാമറ വേണമെങ്കിൽ സപ്പോർട്ടഡ്, അതായത് ആൻഡ്രോയിഡിൽ സപ്പോർട്ടഡ് ഉണ്ട് പറഞ്ഞാൽ 360 ക്യാമറ കൊടുക്കാം. നമ്മൾ 360 ക്യാമറ കൊടുക്കാം. അപ്പോൾ പ്രീമിയം സെഗ്മെന്റ് വാഹനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനം നമ്മുടെ സാധാരണ വാഹനത്തിൽ ആൻഡ്രോയിഡ് സപ്പോർട്ട് ആണെങ്കിൽ 360 സപ്പോർട്ട് ആണെങ്കിൽ ചെയ്ത് കൊടുക്കാൻ പറ്റൂല്ലേ? ഓക്കെ. ഇനി അടുത്ത് നമ്മൾ ഏതാ സ്പീക്കേഴ്സ് പോവാം. സ്പീക്കേഴ്സിന്റെ ഇത് നോക്കുകയാണെങ്കിൽ സ്പീക്കേഴ്സ് പൈനീർ, നമ്മളുടെ പൈനീർ ഉണ്ട്, പിന്നെ സോണി, അൺപ്ലഗ്, വേൾടെക് എല്ലാം ഫേമസ് ബ്രാൻഡുകളാണ്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഒരു പേര് പോലും നമ്മൾ കേൾക്കാത്ത ബ്രാൻഡ് ഇല്ല, എല്ലാം ഒറിജിനൽ ബ്രാൻഡുകളാണ്. ഇതിനൊക്കെ പ്രൈസ് റേഞ്ച് എത്ര വരുന്നത്? ഇതിനൊക്കെ തന്നെ പറഞ്ഞില്ല ആൾമോസ്റ്റ് സ്റ്റാർട്ടിംഗ് പ്രൈസ് നോക്കിയാൽ നിങ്ങൾക്ക് 1200 സ്റ്റാർട്ടിങ്. സ്പീക്കേഴ്സ് സെക്ഷൻ നോക്കിയാൽ 1200 സ്റ്റാർട്ടിങ്. 1200 നിങ്ങൾക്ക് കോഎക്സൽ സ്പീക്കറൊക്കെ പോയി നാഗ്മച്ചി പറഞ്ഞ ജാപ്പനീസ് ബ്രാൻഡൊക്കെ പോയാൽ നിങ്ങൾക്ക് ഒരു 2800 അങ്ങനത്തെ റേഞ്ചിൽ പോകും. 2800 കൊടുക്കാം. 2800 രൂപ പണിയർ വാറന്റിയോട് കൊടുക്കാം. ഇത് കോഎക്സൽ ആണ്. കോഎക്സൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായി. കോഎക്സൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ട്യൂട്ടിംഗ് ഇൻക്ലൂഡഡ് വരും. ചിൽനെസ് കിട്ടാൻ വേണ്ടി. ഓക്കെ. പിന്നെ നമ്മൾ അടുത്ത സെക്ഷൻ നോക്കുമ്പോൾ നമ്മുടെ വാഹനങ്ങൾക്ക് ഹെഡ്ലൈറ്റിന് പവറും കാര്യങ്ങളില്ലെങ്കിൽ ഹെഡ്ലൈറ്റ് പോലും ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഹെഡ്ലൈറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഷോപ്പിൽ വന്നാൽ ചെയ്ത് കൊടുക്കാം. എല്ലാമേ ചെയ്ത് കൊടുക്കാം. ചിലവർ ലുക്ക് വൈസ് നോക്കാൻ വേണ്ടി ഹെഡ്ലൈറ്റ് നിങ്ങൾക്ക് പവർ മതിയെങ്കിൽ ബേസ് സ്ക്രീൻസിലേക്ക് ക്ലിയർ ആയി കാണുമ്പോൾ ഫോഗ് ലാമ്പ് നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങൾക്ക് പ്രൊജക്ടർ ഫോഗ് ലാമ്പ് ആണ്. ലെൻസ് ഉള്ള ഫോഗ് ലാമ്പ് ചെയ്ത് കൊടുക്കാം. എല്ലാ വണ്ടിക്കും ഫോഗ് ലാമ്പ് അവൈലബിൾ ആണ്. അതായത് നമുക്ക് നമ്മുടെ കസ്റ്റമർ വാഹനത്തിന്റെ ഉടമയ്ക്ക് വാഹനത്തിന് എന്താണോ വേണ്ടത് അത് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കും. വേണ്ട എനിക്ക് ഒരു ഐഡിയ ചെയ്ത് തരും പറഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കും. അടുത്തായിട്ട് സബിന്റെ സെക്ഷനാണ് പറയാൻ പോകുന്നത്. സബിന്റെ സെക്ഷൻ നിങ്ങൾക്ക് മേള കണ്ടത് എല്ലാമേ സബ്ബാണ്. എല്ലാമേ സബ്. സബിൽ നിങ്ങൾക്ക് 2-3 വെറൈറ്റി സബ് ഉണ്ട്. ഇംബിൾഡ് സബ് ചില ആൾക്കാർ ഇടും. ചെറിയ വണ്ടിയിലേക്കുള്ളവർക്ക് ഇംബിൾഡ് സബ് മതി, റേറ്റ് കുറവ് മതി, പിന്നെ ഇംബിൾഡ് സബ് എടുക്കും. പിന്നെ സ്പേസ് ഒക്കെ മുടക്കണമെങ്കിൽ സ്പേസ് കാണാൻ പറഞ്ഞാൽ അണ്ടർ സീറ്റ് സബ് കൊടുക്കുക. സ്പൈഡർ ബാൻഡിൽ നമ്മൾ അണ്ടർ സീറ്റ് സബ് കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ അത് കൊടുക്കുക. ഇല്ല എനിക്ക് വന്നുകൊണ്ട് ഈ ആമ്പ് തനിയാ സബ് തനിയാ പിന്നെ നിങ്ങൾക്ക് ബോക്സ് ഇതൊക്കെ അടിച്ച് തനിത്തനിയായി വേണം. അത് യാർ പറയും കണ്ടാൽ നിങ്ങൾക്ക് ബേസ് പ്ലസ് ക്ലീനസ് ക്ലിയർ ആക്കി കേൾക്കുന്ന ആൾ അങ്ങനെ ചോദിക്കും ചിലവർ. അപ്പോൾ അങ്ങനത്തെ അങ്ങനെ ചെയ്യാം. അങ്ങനെ ഇപ്പോൾ അതേ ഓപ്ഷനിൽ എനിക്ക് ക്ലിയർ ആയിട്ട് വേണോ അങ്ങനെ പറയുന്ന ആൾക്ക് റേറ്റ് കുറവായിട്ട് വേണോ സമയത്ത് പറയുന്ന ആൾക്ക് നമ്മൾ ആമ്പ് സബ് ബോക്സ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന പോലെ നമുക്ക് ബ്രാൻഡ് കൊണ്ടുവന്നിട്ടുണ്ട്. സ്പൈഡർ പറഞ്ഞ ബ്രാൻഡിലുണ്ട്. ഇതാണ് സബ്, ബോക്സ് സൈഡ് ട്യൂട്ടർ വരും. ഒരു ഓപ്ഷൻ എന്താണ് നിങ്ങൾക്ക് ബേസ് വേണമെങ്കിൽ ബേസ് വെക്കാം. ബേസ് നിങ്ങൾക്ക് വോയിസ് വരും. വോയിസ് ഓഫ് ആയിട്ട് ബേസ് നോക്കാം. ഇല്ല ബേസ് ഓഫ് ആയിട്ട് സ്പീക്കർ നമ്മൾ നോർമൽ സ്പീക്കർ യൂസ് ചെയ്യുന്ന പോലെ വോയിസ് യൂസ് ആക്കാം. ഓക്കെ. അതിന് ഓപ്ഷൻ വന്നോളൂ. ഇത് 2 ചാനൽ ആംപ്പ് ആണ്. ഈ ആംപ്പ് ഇതിൽ ഏത് ബ്രാൻഡിലും നിങ്ങൾക്ക് വരില്ല. ഇതിൽ മാത്രം ആദ്യം വരുന്നിട്ടേ ഉള്ളൂ. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. അതിൽ സ്പൈഡിൽ വന്നിട്ടുള്ളൂ. അത് നമ്മുടെ ഷോപ്പിലാണ് ഉള്ളത്. നോക്കിക്കോളി. ഇതിലുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ബേസും കാര്യങ്ങളൊക്കെ മാറ്റണേ. ഇതാണ് ഓൺ ഓഫ് സ്വിച്ച്. വോയിസ് വേണമെങ്കിൽ വോയിസ് കൊടുക്കുക, ബേസ് വേണമെങ്കിൽ ബേസ് കൊടുക്കുക. അങ്ങനെ സ്വിച്ചുകളാണ് ഇത്. പിന്നെ അതിലുള്ള 2 ചാനലുള്ള ആപ്പ് ഉണ്ട്. ഇത് പിന്നെ മാർക്കറ്റിൽ ഏതൊരു ഐറ്റം പുതിയതായിട്ട് വന്നാലും ഡ്രൈവ് സ്റ്റൈൽ അവൈലബിൾ ആണ്. കാരണം അത്രയും വലിയ അതായത് അപ്ഡേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഷോപ്പാണ്. പഴയ ഐറ്റംസ് ഒക്കെ മാറ്റിയിട്ട് പുതിയത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം ഇവിടെ ഉണ്ട്.
പിന്നെ ഇതെന്താണ് സംഭവം നീളത്തിൽ ആംബിയൻ ലൈറ്റാ? ഇത് ആംബിയൻ ലൈറ്റ് പറയുന്ന ആൾക്ക് ചിലവർക്ക് വണ്ടി ഇനി പ്രീമിയം ലക്സറി ആയിട്ട് മാറ്റണം പറഞ്ഞ ആൾക്കാർക്ക് ഉള്ളിൽ ഇന്റീരിയൽ പണിയെടുക്കുമ്പോൾ ഈ ഡോർ പാഡ് സൈഡിൽ വരെ ലൈറ്റ് ഒക്കെ വരും. ഡോറിന്റെ കളറായിട്ട് മാറും. നിങ്ങൾക്ക് വായിസ് കൺട്രോൾ തന്നെ മാറും, മ്യൂസിക് അനുസരിച്ച് മാറും. നമുക്ക് കൺട്രോൾ ചെയ്യാതില്ല. നിങ്ങൾക്ക് കിട്ടത്തില്ല നിങ്ങൾക്ക് ലൈറ്റ് ഫിറ്റിംഗ് മാത്രമേ ഒരു 8 വേരിയന്റ് പറയും. 8 പീസ് പറഞ്ഞാൽ 4 ഡോറ് ഡാഷ്ബോർഡ് വരും. പിന്നെ ഇതിൽ 12 പീസിന്റെ 14 പീസിന്റെ അത് നമുക്ക് വണ്ടിയിലേക്ക് എവിടെയൊക്കെ വേണം എല്ലാവരും നമുക്ക് ഫിറ്റ് ആയി കൊടുക്കാം. എല്ലാവരും ഫിറ്റ് ആയി കൊടുക്കാം. നിങ്ങൾ താഴെ ഗ്രൗണ്ട് ക്ലീസ് കൊണ്ട് ചെയ്ത് കൊടുക്കാം, താഴെയും ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാത്തരം ഐറ്റംസും ഇതൊക്കെ ഞാൻ ഇതൊക്കെ ആദ്യമായിട്ട് അറിയണ സംഭവം. ഇങ്ങനെയൊക്കെ ഇവിടെ അഡീഷണൽ പുറത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേട്ടോ, ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് പോരാതെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് പറയാൻ കേട്ടോ. നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഈ അലവീലിന്റെ നെറ്റ്സ് ഒക്കെ കളർ വരുന്നുണ്ട് അല്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ട കളറിൽ ഇത് എല്ലാ കളറും വരുന്നുണ്ട്. എല്ലാ കളറും വരുന്നുണ്ട്. പിന്നെ അതുപോലെ നെറ്റ് നിങ്ങൾക്ക് കളേഴ്സ് പോയെല്ലാം വർത്താനം നിങ്ങൾ അതിൽ പറയാൻ ആവശ്യമില്ല. പിന്നെ സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ സീറ്റ് കവറൊക്കെ മാക്സിമം നമുക്ക് റെഡിമെയ്ഡ് അത്ര നമ്മൾ ചെയ്യാൻ നിൽക്കില്ല. എന്താ കേട്ടാൽ നമുക്ക് അത് കംപ്ലൈന്റ് ഒക്കെ വരുന്നുണ്ട്. കംപ്ലൈന്റ് വരുന്ന 6 മാസത്തിൽ ആ സീറ്റ് കവർ കളഞ്ഞ പോകുന്നുണ്ടാവും. അപ്പൊ സ്റ്റിച്ചിങ് ലോ റേറ്റിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിൽ മെറ്റീരിയൽ 2-3 മെറ്റീരിയൽ ഉണ്ട്. മെറ്റീരിയൽ അനുസരിച്ച് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൽ മാറ്റ് ഉണ്ട്, താഴെ വരുന്ന മാറ്റ് ഒന്ന് എക്സാമ്പിൾ എടുത്തോളൂ. ഇത് ഫ്ലോർ മാറ്റാണ്. പുതിയ വണ്ടി വരുന്ന ആൾക്കാർ ഫ്ലോർ മാറ്റ് വരില്ല, നമ്മൾ ഇടണോ പുതിയതില്. ഇത് ഫ്ലോർ മാറ്റിൽ 2-3 വെറൈറ്റി ഉണ്ട്. ഫ്ലോർ മാറ്റ് ഇതിന് മേലെ ഇതിന്റെ അടുത്ത ഓപ്ഷനെ വേണോ എനിക്ക് ഇത് വേണ്ട, ഫുൾ വാട്ടർ പ്രൂഫ് ആണ്. അടുത്ത ഓപ്ഷൻ ഈ മാറ്റ് കൊടുക്കാം. ഫ്ലോർ മാറ്റ് ഇത് ഫ്ലോർ മാറ്റാണ്. PVSന്റെ മെറ്റീരിയൽ വരും, ക്വാളിറ്റിന്റെ ഉള്ള സാധനം. ഇത് വേണം ഇത് കൊടുക്കാം. പിന്നെ ഇതിന് അടുത്ത് വന്നാൽ നിങ്ങൾക്ക് മേലെ ചവിട്ടിനുള്ള മാറ്റ് പോലെ ഈ റബ്ബർ സ്പോർട്സ് ലുക്ക് വരുന്ന സ്പോർട്സ് ലുക്ക് കൊടുക്കാം. അങ്ങനത്തെ മാറ്റ് ഇതുണ്ട്. സ്പോർട്സ് ലുക്ക് ഇങ്ങനത്തെ മാറ്റൊക്കെ ഇതൊക്കെ എടുക്കാൻ പോയി ആൾമോസ്റ്റ് നിങ്ങൾക്ക് 1000 നമുക്ക് ചെയ്ത് കൊടുക്കാം. 1000 ചെയ്ത് കൊടുക്കാം. നല്ല ക്വാളിറ്റി. റേറ്റ് കമ്മി വരുന്നത് 500 രൂപയിൽ തൊട്ടുണ്ട്. പക്ഷെ അത് ചെയ്യുന്നില്ല. 500 രൂപയുടെ ഫ്ലോർ മാറ്റും കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ഇവിടെ ചെയ്യുന്നില്ല. കാരണം ഇവരുടെ പേരിന് കളങ്കാക്കുന്ന പരിപാടി ഇവർ ചെയ്യില്ല കേട്ടോ. ഇവർ 1000 രൂപക്കാണ് ഫ്ലോർ മാറ്റും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്നത്. 2-3 കളക്ഷൻ കാണിക്കാം. ഇത് ഒരു മാറ്റ്, ഇത് സ്പോർട്സ് ലുക്ക് പറഞ്ഞാൽ ഇതൊരു മാറ്റ് വരും. ഇതൊരു മാറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനെ വിട്ടാണ് നിങ്ങൾക്ക് 70 മാറ്റ്, ഈ പ്രീമിയം ലക്സറി ലുക്ക് വരുന്നത്. സീറ്റ് ഇന്റീരിയലൊക്കെ ഫുള്ള് നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി പ്രീമിയം ലുക്ക് പറഞ്ഞാൽ 70 മാറ്റ് പറയുന്നത് ആൾക്കാരിടും. ഇത് വണ്ടി മൊത്തം കവറായി വരും. നിങ്ങൾക്ക് എല്ലായിടത്തും കവറായി വരും. ഈ മാറ്റിന് ഇത് ചെയ്ത് കൊടുക്കുക. ഇല്ല ഇത് വിട്ടാൽ നിങ്ങൾക്ക് 90 മാറ്റ് മാറ്റ് ഉണ്ട്. 90 മാറ്റ് ഇത് നിങ്ങൾക്ക് അതിന് അടുത്തത് 70ക്ക് അടുത്തത്. ഇനി നിങ്ങൾക്ക് പ്രീമിയം ലുക്ക് ആയിട്ടുണ്ടാവും. ഇത് ബലിനോ വണ്ടിൻ്റെയാണ്. ഇത് ബലിനോണ്ട്. ഇതിന്റെ ലുക്ക് ക്വാളിറ്റി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടാ ഇതിന്റെ ക്വാളിറ്റി കണ്ടാ. ഇത് വേണമെങ്കിൽ മണ്ണിൽ ചോദിക്കാൻ നിങ്ങൾക്ക് ഇത് റിമൂവ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സൗകര്യമായിട്ടുണ്ടാവും. ഇത് വാഷബിൾ ആണ്. വാഷ് ചെയ്യാനൊക്കെ മാക്സ് ആവശ്യമില്ല. നിങ്ങൾക്ക് വാട്ടർ പ്രൂഫ് കാരണം തുടച്ചെടുത്താലും മതി. ഓക്കെ, കാരണം ഇതിൽ അധികം വരുന്നില്ല. കാരണം എല്ലാ ചളിയും കാര്യങ്ങളും ഇതിലാണ് വരും. ഇത് നമുക്ക് പുറത്തെടുത്ത് ക്ലീൻ ചെയ്യാൻ ക്വാളിറ്റി കണ്ടാലേ മനസ്സിലാവും. നല്ല ക്വാളിറ്റി ആണ് കേട്ടോ. ഹെവി ക്വാളിറ്റി സാധനമാണ്. ഇതിനൊക്കെ പ്രൈസ് റേഞ്ച് എത്ര വരും സ്റ്റാർട്ടിങ്? ഇതൊക്കെ ആൾമോസ്റ്റ് നിങ്ങൾക്ക് ഒരു വണ്ടിക്ക് അനുസരിച്ച് റേറ്റ് മാറും. ഓരോ വണ്ടിക്ക് ഓരോ ഇതാണല്ലേ. ഓക്കെ, അപ്പൊ വിളിച്ചാൽ മതി. വിളിച്ചിട്ട് ഇത് വേണ്ട ഇതേ ലുക്കില് ഫോർ എക്സാമ്പിൾ ഈ 70 ലുക്കിലെ തന്നെ വേണോ, 70 ലുക്കില് റേറ്റ് കുറവ് വേണം. ഇതിലെ യൂണിവേഴ്സൽ ഉണ്ട്. കോമൺ 5 സീറ്റർ വേണം, 5 സീറ്റർ ഉണ്ട്, 7 സീറ്റർ ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ റേറ്റ് കുറവ് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് തരം ബഡ്ജറ്റിലാണെങ്കിലും ശരി ഇവർ ചെയ്തുതരും. പക്ഷെ ലോ ക്വാളിറ്റി ഉള്ള സംഭവമല്ല. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം ഇനി വേറെ നമുക്ക് കുറച്ചുകൂടി ഐറ്റംസ് എന്തൊക്കെ അടുത്ത ഐറ്റം പറയാൻ നിങ്ങൾക്ക് നാട്ടിലൊക്കെ നോക്കിയാൽ മാക്സിമം ഓൾട്ടർ ചെയ്താൽ ഫൈൻ എടുക്കുന്നുണ്ട് അല്ല. അപ്പൊ അതിന് വേണം ബോഡിയിൽ ഒറിജിനൽ ബോഡിയില് വണ്ടി ഒറിജിനൽ ലുക്കില് ചെറിയ ആൾട്ടേഴ്സ് പോലെ ഈ ഡിഫ്യൂസർ, പമ്പർ ഡിഫ്യൂസർ, ഫ്രണ്ട് ലിപ്പ്, മോമോ സ്റ്റിയറിംഗ് മാറ്റാം. സ്പോയിലർക്ക് എല്ലാ വണ്ടിക്കും സ്പോയിലർ അവൈലബിൾ ഉണ്ട്. വേണം പറയുന്ന ആൾക്കാർ വിത്തൗട്ട് പെയിന്റിങ് കൊടുക്കാം, പെയിന്റിങ് കൊടുക്കാം. സാധാരണ നമ്മളൊരു വണ്ടി വർക്ക് ചെയ്യുന്ന ആള് ഒരു വണ്ടി എടുത്ത് വർക്ക് ചെയ്യണമെങ്കിൽ 10 കടയിൽ പോയാലാണ് നമുക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ ആവുക. ഒരു സ്ഥലത്ത് പോയി അലവിൽ ചെയ്യുന്നു, ഒരു സ്ഥലത്ത് പോയിട്ട് സീറ്റ് കവർ ചെയ്യുന്നു, ഒരു സ്ഥലത്ത് പോയിട്ട് അങ്ങനെ. പക്ഷെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ A to Z എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കും. ഒറ്റ സ്ഥലത്ത് വന്ന് വണ്ടി കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് നിങ്ങൾക്ക് നമ്മൾ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. കാരണം ഇവിടെ ഒരു വാഹനത്തിന് ഇത്രയും ഫിറ്റിംഗ്സ് ചെയ്യാൻ പറ്റുന്നുള്ള ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. അത്ര ഐറ്റംസ്. പിന്നെ അതുപോലെ തന്നെ ഈ വെയിൽ ഈ ചൂട് AC കൂളിംഗ് കുറവാകാണ്ടിരിക്കുകയാണ് സൺഫ്ലിം നാട്ടിൽ വന്നുകൊണ്ട് ഗാർവർ ബ്രാൻഡ് അപ്രൂവ്ഡ് 50 ഗ്രേഡ് പ്ലസ് 70 ഗ്രേഡ് മാത്രം നിങ്ങളുടെ നാട്ടിൽ അപ്രൂവ്ഡ്. അപ്പൊ അത് മാത്രം നമ്മൾ ചെയ്യാവുള്ളൂ. സൺഫ്ലിം ഇത് 50 ഗ്രേഡ് കണ്ടോ. സൺഫ്ലിം ഇത് നിയമം അനുവദിക്കുന്നതാണ്. കേരള നാട്ടിലത്തെ ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത ഗാർവർ ബ്രാൻഡ്, ആ ബ്രാൻഡിന്റെ ഫിലിം നമ്മൾ ചെയ്യാവുള്ളൂ.
നമുക്ക് ഇവിടെ തമിഴ്നാട്ടിൽ പ്രശ്നമില്ല, എത്ര ഡോക്യുമെന്റ്സ് കൊണ്ടു പോയതൊക്കെ തമിഴ്നാട്ടിൽ അപ്പേക്ക് ഇരിക്കാൻ പറ്റും. അപ്പോൾ അതിന്റെ നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്രൂവ്ഡ് ഉള്ളത് 50+70. നിങ്ങൾ നാട്ടിൽ മൊത്തം എല്ലാവരും അപ്രൂവ്ഡ്. ഒരു വണ്ടിയെ കുറിച്ചിട്ട് ഇപ്പം നമുക്കിപ്പോൾ എല്ലാ മോഡിഫൈ അല്ലെങ്കിൽ കുറച്ച് ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യം, പക്ഷെ നമുക്ക് വലിയ അറിവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ ഇപ്പം പറയുന്നതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് അവൻ പറയുന്നത്. അപ്പോൾ ഇവിടെ വന്ന് നോക്കുക, എന്നിട്ട് മതി വേറെ ഷോപ്പിലേക്ക് പോവുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറെ ഷോപ്പിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. A to Z എല്ലാ കാര്യങ്ങളുണ്ട്. പിന്നെ ഇവരുടെ നമ്പർ, നിങ്ങളുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം. സ്ക്രീനിൽ കൊടുത്താൽ മതി. ഇപ്പൊ ഇനി നിങ്ങൾക്ക് ഇപ്പോൾ വരാൻ ഞായറാഴ്ചയാണ് പറ്റുന്നുണ്ടെങ്കിൽ ഞായറാഴ്ച വരട്ടെ എന്ന് ഇവരോട് ചോദിച്ചിട്ട് ഇവർ ഓക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയും കാര്യങ്ങളൊന്നും മുടക്കാതെ വരാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വാഹനം ഒരു ബേസ് മോഡൽ വാഹനമാണ് കയ്യിലെങ്കിൽ ഫുൾ ഓപ്ഷൻ ആയി കൊടുക്കുക. വളരെ ലോ ബഡ്ജറ്റില്, ലോ ബഡ്ജറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കോയമ്പത്തൂർ ഉക്കട മാർക്കറ്റ് എത്തുന്നതിന് മുന്നെയാണ് കരിമ്പക്കട, അല്ലേ? കരിമ്പക്കട ഷോപ്പ്.